നമ്മുടെ ചിന്തകളെ നമ്മൾ 3 ബോക്സുകളായി തിരിച്ചെന്ന് വിചാരിക്കുക. അതിൽ ഒന്നാമത്തതിൽ നമ്മുടെ പാസ്റ്റിനെ പറ്റിയുള്ള ചിന്തകളൊക്കെ, നമുക്ക് പറ്റിപ്പോയ അബദ്ധങ്ങൾ, ഒരുപാട് തെറ്റുകൾ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. രണ്ടാമത്തതിൽ ഇന്നത്തെ ദിവസം, പ്രസൻറ്റ് മൊമെൻറ്റ്, ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ. മൂന്നാമത്തെ ബോക്സിൽ നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റിയുള്ള വലിയ വലിയ ആധികൾ. എന്താണ് ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നത്? എനിക്ക് എന്തെങ്കിലും അസുഖം വരുമോ? എൻ്റെ ജോലി നഷ്ടപ്പെടുമോ? വീട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെയുള്ള നമ്മുടെ ഒരുപാട് ചിന്തകൾ, കാട് കയറിയുള്ള ചിന്തകൾ അല്ലേ. അപ്പോൾ ഈ 3 ബോക്സുകളിൽ ഏതായിരിക്കും നമുക്ക് കുറച്ച് പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതോ? ആലോചിച്ച് നോക്കുക. അതിൽ രണ്ടാമത്തെ ബോക്സ് ആയിരിക്കും പ്രസൻറ്റ് മൊമെൻറ്റ്, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഇന്നത്തെ ദിവസത്തേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഇന്ന് ചെയ്യാനുള്ള ജോലികൾ നമുക്ക് ചെയ്യാം. നമ്മൾ മാറ്റി വെച്ചിരുന്ന ജോലികളുണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒന്ന് എക്സസൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കുക, പുറത്തു പോവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. കാരണം പാസ്റ്റിനെ പറ്റിയുള്ള ചിന്തകൾ നമ്മളെ ഒരുപാട് വിഷാദത്തിലേക്ക് കൊണ്ടുപോകും. നമ്മളെ എപ്പോഴും കുറ്റപ്പെടുത്തി നമുക്ക് പറ്റിപ്പോയ തെറ്റുകളൊക്കെ ഇനി ഒരിക്കലും നമുക്ക് ശരിയാക്കാൻ പറ്റില്ല, ഞാനൊരു ഫെയിലിയറായി എന്ന് വിചാരിച്ചിട്ട് നമ്മളെ തന്നെ നമ്മൾ ഒരുപാട് പഴിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഫ്യൂച്ചറിനെ പറ്റി ഒരുപാട് ചിന്തിക്കുമ്പോഴും സെൽഫ് ഡൗട്ട് ഉണ്ടാവും. എന്നെക്കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ? എൻ്റെ ജീവിതം ബെറ്റർ ആയിരിക്കുമോ? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ട് നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ. ഈ 2 കാര്യങ്ങളിലേക്ക് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഈ മൊമെൻറ്റിൽ എന്ത് ചെയ്യാമെന്നുള്ളത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല, നമ്മുടെ സന്തോഷങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഒരുപാട് ടെൻഷൻ അനുഭവപ്പെടാൻ, ഡിപ്രഷൻ അനുഭവപ്പെടാൻ ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഡേ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്, ഡെയിൽ കാർണേജി എഴുതിയ ഒരു ബുക്കിൽ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ച് നോക്കുക. ഡേ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ്, ഇന്നത്തെ ദിവസത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് സമാധാനമായിട്ട് എങ്ങനെ പോകാമെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക.